ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാർക്കറ്റ് മാഗ്നറ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ള റാലിക്ക് കാരണവും ഇൻവെസ്റ്റേഴ്സ് ഈ സമയത്ത് ഏതൊരു സ്ട്രാറ്റജിയാണ് എടുക്കേണ്ടതെന്നുള്ളതും മാർക്കറ്റ് 28,000-ലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്, എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ എന്നുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. ടെലിഗ്രാം ചാനലിൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ ഡെയിലി ബേസിസിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഫസ്റ്റ് കമൻ്റായിട്ട് പിന്നും ചെയ്യുന്നുണ്ട്. നമ്മുടെ സർവീസുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച സെൻസെക്സ് 760 പോയിൻ്റാണ് റാലി രേഖപ്പെടുത്തിയത്. നിഫ്റ്റി സെൻസെക്സും 1% ഉയർന്നു. അപ്പോൾ ഇതിന് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. എന്നാൽ അതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത് വ്യാഴാഴ്ച മാർക്കറ്റിൻ്റെ ഒരു ഭയങ്കര ഇടിവാണ്. വ്യാഴാഴ്ച മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇടിയുന്നു, വെള്ളിയാഴ്ച മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറുന്നു. സോ ഇവിടെ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജിയാണ്. അതായത് സപ്പോർട്ടിലൊക്കെ ബൈ ചെയ്യുന്ന ആ സ്ട്രാറ്റജിയില്ലേ, അപ്പോൾ ആ സ്ട്രാറ്റജിയാണ് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. കാരണം മാർക്കറ്റ് താഴേക്ക് നല്ല രീതിയിൽ വരുമ്പോൾ അവിടുന്ന് ഭയങ്കരമായിട്ടുള്ള ബൈയിങ് നടക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ ബൈയിങ്ങിന് കാരണം. മാർക്കറ്റ് അങ്ങനെ ഡ്രോപ്പ് ആയപ്പോൾ FIers നെറ്റ് സെല്ലേഴ്സായിരുന്നു. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച മാർക്കറ്റ് ഉയരാനുള്ള കാരണം ഒരു റൂമറാണ്. റൂമർ എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. നമ്മുടെ RBI, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഡിവിഡൻഡ് പേ ഔട്ട് നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത ഇൻവെസ്റ്റേഴ്സിൻ്റെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വളർത്തി. RBI ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ. ഫിനാൻഷ്യലി കൂടുതൽ ബെറ്റർ ആകും, എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള പാക്കേജുകളും മറ്റും പ്രഖ്യാപിക്കാൻ പറ്റും. അങ്ങനെ RBIയുടെ ഡിവിഡൻഡ് പേ ഔട്ട് ഉടനെ ഉണ്ടാകുമെന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് മാർക്കറ്റ് ഉയർന്നിരിക്കുന്നത്. അത് ഒരു കാരണമാണ്. രണ്ട് സെക്ടറുകൾ ഷാർപ്പായിട്ട് റാലി നടത്തിയിട്ടുണ്ട്. FMCGയും IT-യുമാണ്. രണ്ട് സെക്ടറും വളരെ ശോകമായിരുന്നു. IT പിന്നെയും ബെറ്റർ ആയിരുന്നു, FMCG ഒക്കെ കുറച്ച് ശോകമായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സെക്ടറുകളിൽ നല്ലൊരു റാലി കണ്ടു. പിന്നെ നമ്മുടെ ടോപ്പ് കമ്പനികളായിട്ടുള്ള റിലയൻസിലും HDFC ബാങ്കിലും അതുപോലെ ITCയിലും ഒക്കെ ഈ റാലി കണ്ടു. ഇവയാണ് ടോപ്പ് പെർഫോമേഴ്സ് നിഫ്റ്റി 50-ലെ. വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് ഉയരാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി ഡോളറിന് എഗെയിൻസ്റ്റായിട്ട് സ്ട്രോങ് ആയി. അപ്പോൾ റുപ്പി വീഴുന്നത് നമ്മൾ കണ്ടായിരുന്നു. നമ്മുടെ മാർക്കറ്റ് ക്രാഷിലൊക്കെ പടപടയെ റുപ്പി വീഴുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റുപ്പി സ്ട്രെങ്തനായി. പക്ഷേ പഴയ ലെവലിലേക്കൊന്നും റുപ്പി കയറിപ്പോകാനുള്ള സാധ്യത ഒട്ടുമില്ല. എന്നാൽ പോലും മാർക്കറ്റ് ആ സമയത്ത് നല്ല രീതിയിൽ താഴെ വന്നതിന് ശേഷം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് റാലി നടത്തി. ഈവൻ റുപ്പി പഴയ ലെവലിലേക്ക് വന്നില്ല എങ്കിൽ പോലും, റുപ്പി പഴയ ലെവലിലേക്ക് വരില്ല, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇതാണ് മാർക്കറ്റ് വളരെയധികം ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നവരാണ് ലോങ് ടൈമിലേക്ക് ശരിക്കും പറഞ്ഞാൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. മാർക്കറ്റിൻ്റെ ആ കളി കാണുമ്പോൾ നമുക്കതങ്ങനെ ഫീൽ ചെയ്യും അല്ലേ. ഇപ്പോഴും ബൈ ഓൺ ഡിപ്പ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ്. അതാ മാർക്കറ്റ് താഴേക്ക് വരാൻ നോക്കിയിരിക്കുകയാണ് ഇൻവെസ്റ്റേഴ്സ്. താഴേക്ക് വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വാങ്ങുന്നു, കുറച്ച് മുകളിൽ ലെവലെത്തുമ്പോൾ അവർ വിൽക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഡോളർ വീക്കായി, റുപ്പി സ്ട്രോങ് ആയി. അത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചു. അവർ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് FIs ഡ്രിവൺ ചെയ്യുന്ന മാർക്കറ്റാണ്. നമ്മളെ കഴിഞ്ഞ് കൂടുതൽ ക്യാഷ് അവരാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്ലോബൽ ക്രൂസ് വളരെയധികം ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിലും മെയ്യിലുമായിട്ട് 17,000 കോടി രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് FIs പമ്പ് ചെയ്തിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഭീകരമായിട്ട് ഇവർ സെല്ല് ചെയ്ത് മാറി. ഇപ്പോഴിവർ വീണ്ടും ഇൻവെസ്റ്റേഴ്സായിട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ US മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ന്യൂസ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മാർക്കറ്റ് കുറച്ച് താഴെ പോകാൻ അത് കാരണമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഇൻഫ്ലേഷനുള്ള സാധ്യത കുറവാണെന്നുള്ളതും ഫെഡറൽ റിസർവ് റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അമേരിക്കൻ ബാങ്കാണ് ഫെഡറൽ റിസർവ്. അപ്പോൾ ആ ബാങ്ക് റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് മാർക്കറ്റിന് വളരെ ഗുണമാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനുണ്ട്, റേറ്റ് കട്ട് വരുമെന്നുള്ള എക്സ്പെക്റ്റേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ US മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയി. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഡേറ്റ മാത്രമല്ല, US മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നിരുന്നു. അത് ഓവർകം ചെയ്ത് ഇപ്പോൾ US മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കി എന്ന് വേണം പറയാനായിട്ട്. ഇനി അടുത്തത് നമ്മളെല്ലാവരും കാണുന്നത് തന്നെയാണ്, സ്ട്രോങ് പെർഫോമൻസ് ഇൻ ഡിഫൻസ് സെക്ടർ. ഇന്ത്യയിൽ ഈ പാക്കുമായിട്ടുള്ള ഈ പ്രശ്നം വന്നതുകൊണ്ട് തന്നെ ഡിഫൻസ് സെക്ടറിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷനാണ് പോകുന്നത്.
പഴയ പോലെ ഡിഫൻസ് സെക്ടർ ഓവർ വാല്യൂഡായിട്ട് വരികയാണ്. അപ്പോൾ ഓർക്കുക, ഡിഫൻസ് സെക്ടറിൽ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ റാലി നടത്തുന്നുണ്ട്. ഇപ്പം തന്നെ ഡിഫൻസ് സെക്ടർ ഓവർ വാല്യൂഡായി. ഇപ്പോൾ അണ്ടർ വാല്യൂ ആയ ഒരു സെക്ടറായിരുന്നു ഡിഫൻസ് അല്ലേ. കുറച്ച് നാളൊക്കെ മുമ്പിൽ നോക്കിയാൽ അറിയാം 30% മുകളിൽ താഴേക്ക് പോയിട്ടുള്ള ഡിഫൻസ് സെക്ടർ എനിക്ക് തോന്നുന്നു അതിൻ്റെ ലോയിൽ നിന്ന് 40% മുകളിൽ അപ്പായിട്ടുണ്ട്. അതായത് ചെറിയ സമയം കൊണ്ട് ഭയങ്കര റാലിയാണ്. ആ റാലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഓർക്കുക, ഡിഫൻസ് സെക്ടറിലെ പല കമ്പനികളും ഓവർ വാല്യൂഡാണ്. പക്ഷേ സാധാരണഗതിയിൽ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികൾ വീണ്ടും ഓവർ വാല്യൂ ആകുന്നു. അങ്ങനെ മുകളിലേക്ക് വന്നു. പണ്ടത്തെ കഴിഞ്ഞ പോലത്തെ റെയിൽവേ സെക്ടർ ഓർക്കുക. അപ്പോൾ റെയിൽവേ സെക്ടർ അണ്ടർ വാല്യൂഡാണ്. കഴിഞ്ഞ ഒരു ദിവസം ഒരു റാലി നടത്തുകയും ചെയ്തു. അതിനുശേഷം അനങ്ങാതിരിക്കുകയാണ്. ചിലപ്പോൾ അതിലേക്ക് റാലി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ റാലി എന്തായാലും വരാതിരിക്കില്ല. അതിപ്പോൾ എപ്പോൾ വരുമെന്ന് നമുക്കറിയത്തില്ല എന്നുള്ളൂ. എന്തായാലും ഈ ഉറങ്ങിക്കിടന്നിരുന്ന ഡിഫൻസ് സെക്ടർ ഭയങ്കരമായിട്ട് മൂവ് ചെയ്തു. അപ്പോൾ ഡിഫൻസ് കമ്പനികൾ മൂവ് ചെയ്തു, മാർക്കറ്റിനെ അത് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിച്ചു. മാത്രമല്ല ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പോർട്ട് ഓർഡർ വന്നു. ഒരു എക്സ്പോർട്ട് ഇൻഫ്ലോ എന്ന് പറയാം. നമ്മുടെ പല സാധനങ്ങളും വിദേശ രാജ്യങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഭീമമായ ഓർഡറും വന്നു. അപ്പോൾ അതുകൊണ്ട് കൂടെ ഈ ഡിഫൻസ് സെക്ടർ കുതിക്കുകയാണ്. അപ്പോൾ ആ ഒഴുക്കിനൊത്ത് പോവുക എന്ന് മാത്രമേ മാർഗ്ഗമുള്ളൂ. ഓവർ വാല്യൂഡാണ് എന്ന് കരുതിയിട്ട് അത് താഴേക്ക് വരണമെന്ന് നിർബന്ധമില്ല. പിന്നെ താഴേക്ക് വരാൻ തുടങ്ങിയാൽ നല്ല രീതിയിൽ വരുകയും ചെയ്യും. പക്ഷേ അത് എവിടെ എത്തിയിട്ടാണ് താഴേക്ക് വരുന്നതെന്ന് ഒരു പിടിയുമില്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. വാങ്ങാതെ ഇരിക്കുന്നത് ചിലപ്പോൾ മണ്ടത്തരമായിരിക്കാം, എന്നാൽ ഓവർ വാല്യൂഡാണ്. അപ്പോൾ അതനുസരിച്ച് ആ മിതത്വത്തിൽ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയേക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇൻവെസ്റ്റേഴ്സ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അടുത്ത ആഴ്ച മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്ത ആഴ്ച എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്ലൂസ് വരുമോ എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഈ പറയുന്ന ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിലെന്തെങ്കിലും നെഗറ്റീവായിട്ട് വന്നാൽ മാത്രമേ മാർക്കറ്റ് താഴേക്ക് പോവുകയുള്ളൂ. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും നെഗറ്റീവ് ഈവൻറ്റ് വരണം. നിഫ്റ്റിയുടെ ക്രൂഷ്യൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,800 അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് 25,000. അടുത്ത ആഴ്ച ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം മൊമെൻറ്റം ഇൻഡിക്കേറ്ററായിട്ടുള്ള RSI അപ്വാർഡിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ എടുക്കേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബൈ ഓൺ ഡിപ്സ് ആണ്. ഡിപ്പുകളിൽ ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മാർക്കറ്റ് ഇങ്ങനെ റാലി ചെയ്താലും പല മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികളും വലിയ രീതിയിലൊന്നും അനങ്ങിയിട്ടില്ല. ലാർജ് ക്യാപ്പിലാണ് ബൈയിങ് പ്രഷർ കാണുന്നത്. ലാർജ് ക്യാപ്പാണ് മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉള്ള നല്ല കമ്പനികൾ വാല്യുവേഷൻ നോക്കി ബെറ്ററായി ഇരിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്ലോബൽ ക്ലൂസും പോസിറ്റീവാണ്. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡോളർ ശരിക്കും പറഞ്ഞാൽ വീക്കാവുന്നുണ്ട്. അത് പ്രശ്നം അമേരിക്കയ്ക്കാണ് അത് പ്രശ്നമുള്ളൂ. ഇന്ത്യക്ക് അത് പ്രശ്നമില്ല. ഡോളർ വീക്കാവുന്നു, റുപ്പി സ്ട്രോങ് ആകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനിക്കും ഇന്ത്യക്കൊക്കെ അത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ പോലെയുള്ള എമർജിംഗ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇന്ത്യ കൂടുതൽ അട്രാക്റ്റീവായിട്ട് മാറുകയാണ് ഗ്ലോബൽ മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ US റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവാണ്. നമ്മളൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോസിറ്റീവ് കാര്യമാണ് US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെയാണെങ്കിലും അമേരിക്കൻ മാർക്കറ്റ് ഉയരാൻ കേട്ടോ. നമ്മുടെ മാർക്കറ്റും കൂടെ ഉയരണമെങ്കിൽ അവിടെ വലിയൊരു നെഗറ്റീവ് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഉയരില്ല. കാരണം അവിടെയുള്ള ആളുകൾ ഇവിടെ ക്യാഷ് ഇടാനുള്ള സാധ്യത കുറവാണ്. അവരിങ്ങനെ പേടിച്ച് നിൽക്കും. അതുകൊണ്ടാണ്. പക്ഷേ അമേരിക്കൻ മാർക്കറ്റിലും പ്രശ്നമൊന്നുമില്ല. റേറ്റ് കട്ടോട് കൂടിയിട്ട് ഇൻഫ്ലേഷൻ്റെ ആ ഒരു ഭീതിയും മറ്റുമൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബലി നോക്കുമ്പോഴും വലിയ നെഗറ്റീവ് ഒന്നും കാണാനില്ല. അതുപോലെ കോർപ്പറേറ്റ് ഏണിങ്സ് നമ്മുടെ വീക്കാണെന്ന് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോർപ്പറേറ്റ് ഏണിങ്സ് അത്രയധികം വീക്കൊന്നുമല്ല. പണ്ട് കുറച്ച് വീക്കായിരുന്നെങ്കിലും മാർക്കറ്റ് അത് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെറിയൊരു പോസിറ്റീവ്നെസ് വന്നാൽ മതി. അത് മാർക്കറ്റിനെ വലിയൊരു റാലിയിലേക്ക് നയിക്കും. അപ്പോൾ നിലവിൽ വലിയ നെഗറ്റീവൊന്നും അല്ല നമ്മുടെ കോർപ്പറേറ്റ് ഏണിങ്സ്. അത് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എപ്പോഴും നെഗറ്റീവായിട്ട് റിസൾട്ട് വന്നു അല്ലെങ്കിൽ ലാഭം കുറവാണ്, അപ്പോൾ കുറച്ച് ലാഭം കൂടിയാൽ പോലും അത് വളരെ പോസിറ്റീവായിട്ട് മാർക്കറ്റ് എടുക്കും. അത് മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് അനുസരിച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റേഴ്സ് എടുക്കുക. മാർക്കറ്റ് താഴെ നിന്ന് കയറി വരുന്നതുകൊണ്ട് തന്നെ ചെറിയ പോസിറ്റീവും വലിയ പോസിറ്റീവായിട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ലാർജ് ക്യാപ്പിലാണ് ഏറ്റവും കൂടുതൽ റാലി നടക്കുന്നത്. പല മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികളും ലാഗിങ് ആണ്, വലിയ രീതിയിൽ ഉയരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുമ്പോൾ കൂടുതൽ സ്റ്റഡി ചെയ്തിട്ട് മുകളിലേക്കുള്ള പൊട്ടൻഷ്യൽ, ഇപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ പോസിറ്റീവാണ്, താഴെയാണ് കിടക്കുന്നത്, മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കലും കൂടെ നോക്കിയിട്ട് ഡിസിഷൻസ് എടുക്കുക.
കൂടുതൽ സെക്യൂർ അതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരിക്കലും ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. നിഫ്റ്റി ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ ഒന്നും ഈ വീഡിയോ അർത്ഥമാകുന്നില്ല. ഇത് പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ ആണ്, ട്രേഡിങ്ങിനുള്ളതല്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.